നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശിലെ BJPക്കകത്ത് വലിയ കലഹത്തിന്റെ സ്വരം കേൾക്കുകയാണ്. സർക്കാരിനേക്കാൾ വലുതാണ് പാർട്ടിയെന്നും അതുകൊണ്ട് ആ നിലയ്ക്കുള്ള തീരുമാനങ്ങളും നയങ്ങളും ഉണ്ടാക്കണമെന്ന് തുറന്നു പറയുന്നു പാർട്ടിക്കകത്തെ, സർക്കാരിനകത്തെ മുതിർന്ന നേതാക്കൾ. കേശവ് പ്രസാദ് മൗര്യയെ പോലെയുള്ള ആളുകൾ. അദ്ദേഹം ഡൽഹിയിലെത്തി മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഒപ്പം പാർട്ടിക്കകത്ത് നേതൃമാറ്റമടക്കമുള്ള പുനഃസംഘടന അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയ ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഈ ഉത്തർപ്രദേശിലെ അനിഷേധ്യനായ നേതാവും മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥിന്റെ ഏറ്റ വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയാണോ ഉത്തർപ്രദേശിൽ BJP ഉറപ്പായും വിചാരിച്ചിരുന്ന ഫലം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്? അത് യോഗി ആദിത്യനാഥിനെ വീഴ്ത്താൻ കെൽപ്പുള്ളതാണോ? മോദിക്ക് ശേഷം യോഗി എന്നതാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് വാഴ്ത്തുപാട്ടായി കേട്ടുപോകുന്ന ഒന്ന്. അങ്ങനെ ഒരു യോഗിയെ ദുർബലപ്പെടുത്തുന്ന സമീപനം BJPയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളാൻ എന്തുമാത്രം സാധ്യതയുണ്ട്? തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രസംഗിച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനെ മോദി എടുത്തു കളയും, ഒരു ഭീഷണി ഉയർന്നു വരുന്നത് മോദി ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അത് സാധ്യമാകാൻ, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാൻ എന്തുമാത്രം സാധ്യതയുണ്ട്? ഈ വിഷയങ്ങൾ സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് BJPയിലെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, K ഷാജി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഉല്ലാസ് ബാബു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രയാസപ്പെടും യോഗി ആദിത്യനാഥ് എന്ന് പ്രതിപക്ഷത്തെ നേതാക്കൾ പ്രസംഗിക്കുകയും ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിചാരിക്കാത്ത ഒരു നേട്ടമുണ്ടാക്കാത്തതിൻ്റെ പേരിൽ യോഗി ആദിത്യനാഥ് UPയിൽ വിറക്കുകയാണോ പാർട്ടിക്കകത്ത്? അല്ല, യോഗി ആദിത്യനാഥ് ഞങ്ങളുടെ ദേശീയ നേതാവാണ്, UPയിലെ മുഖ്യമന്ത്രിയുമാണ്. ആ യോഗി ആദിത്യനാഥിന് വിയർക്കേണ്ട ആവശ്യവുമില്ല. പാർട്ടിക്കകത്ത് യോഗി ആദിത്യനാഥിന് യാതൊരുവിധ പ്രയാസങ്ങളുമില്ല. പിന്നെ നിങ്ങൾ മാധ്യമ വ്യക്തികൾ UPയിൽ വിഭാഗീയത വരുന്നു, BJPയും മുഖ്യമന്ത്രിയും തമ്മിലിടയും, ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ കഥകൾ ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു പ്രയാസവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UP തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ക്ഷീണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു 7% വോട്ടിൻ്റെ കുറവ്, ആ കുറവുകളെ നികത്താനും അതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും അതിലേതൊക്കെ മാർഗങ്ങളിലൂടെ പോകണമെന്നും അതിലെവിടെയൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് എന്നും ഏതെല്ലാം മേഖലകളിലാണ് വോട്ട് പോയത് എന്നും ഞങ്ങളുടെ പാർട്ടി കൃത്യമായി പഠിച്ച് അതിനുവേണ്ട നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ദേശീയ നേതാവായിട്ടുള്ള ശ്രീ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭംഗിയായി UP ഭരിക്കുന്നുണ്ട്, ഭാവിയിലും അത് ഭംഗിയായി UP ഭരിക്കും. പിന്നെ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം വളരെ വ്യക്തമായിട്ട് അത് സംസാരിക്കേണ്ടവരോട് സംസാരിക്കും, സംസാരിക്കേണ്ടാത്തവർക്ക് സംസാരിക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ഒരു നാടകങ്ങളും നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ നടത്തുന്ന എന്താ പറയുക വലിയ പ്രശ്നങ്ങൾ എന്ന് പറയപ്പെടുന്നതൊന്നും BJPക്കകത്തില്ല. ഇനി മീഡിയ വൺ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ കുറ്റമല്ല. മീഡിയ വണ്ണിൽ മാത്രമായി വരുന്ന ഒരു വാർത്ത നിലയ്ക്ക് താങ്കൾ ഇതിനെ ചുരുക്കിയെടുക്കല്ലേ? ദേശീയ മാധ്യമങ്ങളിലടക്കം ഉത്തർപ്രദേശ് BJPക്കകത്ത് അസാധാരണമായ സംഭവങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. മീഡിയ വൺ രാവിലെ ഒരു വിഷയം ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ചർച്ച ചെയ്യല്ല. ദേശീയ മാധ്യമങ്ങളിലടക്കം BJPക്കകത്ത് UPയിൽ അസാധാരണമായ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം അതുമാത്രമല്ല, യോഗി ആദിത്യനാഥിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഡൽഹിയിൽ വന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന എന്ന കാര്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ അവിടുത്തെ സഖ്യകക്ഷി UPയിലെ മുഖ്യമന്ത്രിയുടെ ബുൾഡോസർ രാജ് തിരിച്ചടിച്ചു എന്ന അഭിപ്രായം തുറന്നു പറയുന്നു. അതുകൊണ്ട് എല്ലാം വളരെ കൂളായി പോകുമ്പോൾ മാധ്യമങ്ങൾ കഥ ഉണ്ടാക്കുകയാണെന്ന് പറയാൻ കഴിയില്ല. അസാധാരണമായ ചില വികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് കാണാവുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീ ഉല്ലാസ് ബാബു, അവിടെ യോഗി ആദിത്യനാഥിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ഭരണ മികവിന് വോട്ട് ചെയ്യുമെന്നാണ് മോദി പോലും പറഞ്ഞത്. അതായത് നമ്മുടെ ക്ഷേത്രം ഇതാ കോൺഗ്രസ് വന്നാൽ പൊളിക്കാൻ പോവാണ്, അതുകൊണ്ട് ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം എന്ന് യോഗിയെ കണ്ടാണ് പഠിക്കേണ്ടത് എന്ന് യോഗിയെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചോദിച്ചതാണ് അവിടെ. യോഗിയുടെ ഒരു പ്രഭയുടെ കീഴിൽ നമുക്കൊന്നും നോക്കാതെ ഉത്തർപ്രദേശിൽ 60-65 സീറ്റ് കിട്ടുമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് പാതിയിൽ താഴേക്ക് പോയി സീറ്റ്. അതാണ് BJPയുടെ ഒറ്റക്കക്ഷി ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയത്. അപ്പോൾ യോഗിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവും എന്നതല്ലേ സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. അത് യോഗിയെ ഒന്നും മങ്ങിച്ചിട്ടില്ലെന്ന് ചോദിക്കുക ഞാൻ. എൻ്റെ നിഷാദെ,
ഒരു രാജ്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് UP-യിൽ ഞങ്ങളുടെ അധികാരത്തിലിരുന്ന BJP സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് രണ്ടാം ടേമിൽ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള വികസനത്തിൻ്റെ അടിത്തറയ്ക്ക് വോട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UP-യിൽ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് 7% വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ഏകദേശം 1,92,200 വോട്ടുകളുടെ എണ്ണവും 7%. ടോട്ടലി എത്രയാണ് വരിക? ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃയോഗവും അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ സംഘടനാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മണ്ഡലം പര്യടനങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്, കൃത്യമായി കഴിഞ്ഞിട്ടുമുണ്ട്. അവിടെ എന്തെല്ലാം തിരുത്തലുകൾ വരുത്തണം, ഏതെല്ലാം തരത്തിലുള്ളതാണ് വോട്ടുകൾ പോയത് എന്ന് ഞങ്ങളുടെ പാർട്ടി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് എവിടെയാണോ ഞങ്ങൾക്ക് മൈനസ് ഉണ്ടായത് ആ മൈനസിനെ മാറ്റി അത് മുന്നോട്ട് പോകേണ്ട പ്രകൃതി ഞങ്ങൾക്കുണ്ടാവും. അവിടെ ഞാൻ മാധ്യമത്തിൻ്റെ പേര് പറഞ്ഞാൽ മീഡിയ വൺ ഇരിക്കുന്നതുകൊണ്ടാണ് മീഡിയ വണ്ണിന് വിഷമം വേണ്ട പറഞ്ഞത്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ മാധ്യമമായിക്കോട്ടെ കേരളത്തിലെ മാധ്യമമായിക്കോട്ടെ നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകളോട് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഞങ്ങളുടെ നേതാവായിട്ടുള്ള ശ്രീ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി UP നന്നായി ഭരിക്കുന്നുണ്ട്, അദ്ദേഹം ഭാവിയിൽ നന്നായി ഭരിക്കും. പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഫ്ലോറിൽ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കുണ്ട് എങ്കിൽ അവർ പാർട്ടിയുടെ ഫ്ലോറിലെ കാര്യങ്ങൾ പറയും, പാർട്ടിയുടെ നേതൃത്വവുമായി സംസാരിക്കും. അവിടെ പാർട്ടിയുടെ നേതൃത്വം എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് ഈ കുറഞ്ഞ വോട്ട് ഷെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടത് എന്നുള്ളത് പാർട്ടി നേതൃത്വം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. അതിവിടെ ഒരു ന്യൂസ് ഫ്ലോറിൽ ഒന്ന് പറയേണ്ട ബാധ്യതയും നിങ്ങൾക്കില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ യോഗി ആദിത്യനാഥ് വലിയ തെരഞ്ഞെടുപ്പ് വിക്ടറീസ് ഉണ്ടാക്കിയിട്ടുള്ള ഉത്തരേന്ത്യയിലെ നിങ്ങളുടെ ഏറ്റവും പ്രഥമ ഗണനീയനായ നേതാവാണ്. മോദി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന നേതാവ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനോ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരെ സംസാരിക്കാനോ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ആകെ ധൈര്യപ്പെട്ട ഒരാൾ നമുക്കറിയാവുന്ന പോലെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ്, അല്ലാതെ വേറെ ആരും മിണ്ടിക്കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷികൾ സംസാരിക്കുന്നു, ഉപമുഖ്യമന്ത്രി സംസാരിക്കുന്നു, ഭരണത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് സംഘടന ദുർബലപ്പെടുന്നതെന്ന സന്ദേശം വെച്ച് സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയാണ് അകത്തും തന്നെ. എന്ന് വെച്ചാൽ അങ്ങനെ അജയ്യനും ചോദ്യം ചെയ്യപ്പെടാത്തതുമായ ഒരു നേതാവ് എന്ന യോഗി ആദിത്യനാഥ്, താങ്കൾ പറയുന്ന യോഗിയുടെ ഭരണം ഗംഭീരമാണ്, അതേ ഭരണം തുടരാൻ പോവുകയാണെന്ന്. ഒന്നുകിൽ യോഗിയുടെ ഭരണത്തിൻ്റെ കുഴപ്പം അല്ലെങ്കിൽ മോദിയുടെ ഭരണത്തിൻ്റെ കുഴപ്പം, അത് സമ്മതിക്കണമല്ലോ. നിങ്ങളുടെ സീറ്റ് പകുതിയായതിൻ്റെ കാരണം അതിലേതാണ് നിങ്ങളിപ്പോൾ വിലയിരുത്തി സമ്മതിക്കാൻ പോകുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതുമാത്രമല്ല, യോഗി അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ആളാണെന്നുള്ള ഫീല് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് സീരിയസ് ഡെവലപ്മെന്റ് അല്ലേ ഉല്ലാസ്? ഒന്നുമില്ല നിഷാദെ, യോഗിയുടെ ഭരണം മോശമാണോ മോദിയുടെ ഭരണം മോശമാണോ എന്ന് നിഷാദ് ചോദിച്ചു. എൻ്റെ പൊന്നു നിഷാദെ, 3ാം ടൈമിലാണ് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ ഒരുപാട് വേർപ്പൊഴുക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം 3 ടേമുമായിട്ട് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ സംസാരത്തിൻ്റെ ഭാഷയിൽ അവരാണ് ജയിച്ചതെന്ന ശൈലിയിലൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ 3 തവണയും കൃത്യമായിട്ട് അധികാരത്തിൽ വന്നു. കൺസോളിഡേറ്റഡ് പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഒരുവിധം എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് മോദിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടും ഒറ്റക്കക്ഷികളുടെ സ്പ്ലിറ്റ് എടുത്ത് നിങ്ങളപ്പുറത്ത് സീറ്റ് ഷെയർ നോക്ക്, ഞങ്ങളുടെ സീറ്റ് ഷെയർ നിങ്ങൾ നോക്ക്. ഞങ്ങൾ 10 വർഷം ഭരണം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിലേക്കുള്ള ഭരണം തുടക്കം കുറിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സീറ്റ് ഷെയറും ഈ കൺസോളിഡേറ്റഡ് പ്രതിപക്ഷത്തെ നയിച്ച കോൺഗ്രസിൻ്റെ സീറ്റ് ഷെയറും ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആ 3 ടേമും പരാജിതനായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഇപ്പോഴും തലക്കിൽ വെച്ച് കാവടിയാടുന്നുണ്ട്. നിങ്ങൾ ആടിക്കോളൂ, ഞങ്ങൾക്കത് കുഴപ്പമില്ല. രാഹുൽ ഗാന്ധി വേറെ തന്നെ സബ്ജക്റ്റാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? 3ാം ടൈം എങ്ങനെയെങ്കിലും ഭരിക്കണം എന്നുള്ളതല്ലല്ലോ. നിങ്ങൾ 400 പാർ പറഞ്ഞവരല്ലേ, നടന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ പോകുന്നു എന്ന നിലക്കുള്ള ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് താങ്കൾ തന്നെ നമ്മുടെ ചർച്ചയിൽ വന്നിരുന്ന BJP 320 മുകളിൽ പോകും. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം മാജിക് നമ്പർ കടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കടക്കുന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസിന് ആധാരം ഈ ഉത്തർപ്രദേശ് ആയിരുന്നു. ശ്രീരാമനും ശ്രീരാമന്റെ ക്ഷേത്രത്തിനും വോട്ട് ചെയ്യണമെന്ന് തുറന്നു പറയാൻ മടിക്കാത്ത ആളുകൾ മത്സരിച്ച സ്ഥലം. അവിടെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വർക്ക് ചെയ്യാതിരിക്കുക, ഫൈസാബാദിലടക്കം നിങ്ങൾ തോറ്റുപോവുക, അത് ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം ചെറുതാണ്. അതിനുശേഷം വൈകുന്നേരം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജയ് ശ്രീറാം എന്ന് സാധാരണ വിളിക്കുന്ന സംഗതി വിളിച്ചില്ല. അദ്ദേഹം ഒഡീഷയിലേക്കാണ് പോയത്, അത് ജയ് ജഗന്നാഥ് വിളിച്ചു. അപ്പം നിങ്ങളെ സംബന്ധിച്ച് UP-യിലെ ആഘാതം ചെറുതല്ല. UP-യാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ മർമ്മഭൂമി. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പരാജയത്തിന് കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ യോഗി അവിടെയുണ്ട്, മോദി അവിടെയുണ്ട്. മോദി ഇൻ ടോട്ടൽ ഇന്ത്യയിലാകമാനം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉത്തർപ്രദേശിലെ പരാജയത്തിന്റെ കാരണമായിട്ട് യോഗിയെ കാണണ്ടേ?
ആ യോഗി ദുർബലപ്പെട്ടു എന്നതിന്റെ സൂചനയല്ലേ ആളുകൾ സംസാരിച്ചു തുടങ്ങിയത് എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല ശ്രീ നിഷാദ്, നമ്മളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനടങ്ങുന്ന ആളുകൾ, ഞാൻ ഈ മീഡിയ വേൾഡ് ഒരു 10ഓളം ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 10ഓളം ചർച്ചയിലും ഞങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിനകത്ത് 3ാം തവണ ഞങ്ങൾ അധികാരത്തിൽ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് സീറ്റുകൾ കുറച്ച് കുറവുണ്ട്. ആ കുറച്ച് കുറവുള്ളതും ഞങ്ങൾ NDA മുന്നണിയുമായി മുന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നു. ഇവിടെ നിങ്ങൾ UPയുടെ വിഷയം ഞാൻ പറയുന്നു, 1,92,000 വോട്ട് കുറവുണ്ടെന്നേ. ഞങ്ങൾക്ക് 7% വോട്ടും UPയിൽ കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ വോട്ടുകൾ എവിടെ നിന്ന് കുറഞ്ഞു എന്നും എന്ത് കാരണം കൊണ്ടാണ് എന്നും ആ കുറഞ്ഞതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ശൈലി എന്താണ് എന്നും പറയുന്ന പോലെയല്ല. 7% വോട്ട് ഡിപ്പ് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ പാതി സീറ്റ് ഭരിക്കാൻ വേണ്ടത് സീറ്റാണ്. വോട്ട് ഷെയറിന്റെ കണക്ക് നമുക്ക് പറയാം. വോട്ട് ഷെയറിന്റെ കണക്ക് പലയിടത്തും കോൺഗ്രസ്സുകാരും പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് സീറ്റാണ് 15 കൊല്ലമായിട്ട്. അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയേണ്ടത് 15 കൊല്ലമായിട്ട് ഭരിക്കാൻ വേണ്ട സീറ്റാണ്. ഇതേ മീഡിയ വൺ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ചർച്ച ചെയ്തു, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുക. അപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു ഭരിക്കാൻ വേണ്ടത് സീറ്റാണ്, വോട്ട് മാത്രമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് നിഷാദ് അടക്കമുള്ളവർ എതിർത്ത ആളാണ്. നിങ്ങളത് തിരുത്തി പറഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ നിഷാദെ, നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ ജഗന്നാഥിനോട്, ഒറീസ സർക്കാർ BJP അധികാരത്തിൽ വന്നതിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ല? BJP ഒറീസയിൽ വന്ന മിന്നുന്ന ജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒറീസയെക്കുറിച്ച് ഞങ്ങളുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അവിടെ BJP അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിരുന്നല്ലോ. ഞങ്ങൾ കൃത്യമായി ഫ്ലോറിൽ പണിയെടുത്തിരുന്നു. നിങ്ങളത് ചർച്ചയ്ക്ക് പോലും എടുത്തില്ല. ഒറീസയിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വന്നത്? ഉത്തർപ്രദേശിലെ കാര്യം, യോഗി ആദിത്യനാഥിൻ്റെ കാര്യം, BJPയുടെ വോട്ട് കുറഞ്ഞ കാര്യം, BJPയുടെ സീറ്റ് കുറഞ്ഞ കാര്യത്തിൽ ഒരു കാരണവശാലും ഇന്ത്യ മഹാരാജ്യത്തെ മാധ്യമപ്രവർത്തകർ ഭയപ്പെടേണ്ടതില്ല. അതിൽ കൃത്യതയാർന്ന, വ്യക്തതയാർന്ന, ശക്തമായിട്ടുള്ള പ്രവർത്തനം. BJPയുടെ വോട്ട് ഉത്തർപ്രദേശിൽ കുറയുന്നതിൽ മാധ്യമങ്ങൾക്ക് ഭയപ്പാടുന്നില്ലാന്ന് എനിക്കറിയില്ല. ശരി, അപ്പൊ നിങ്ങൾക്ക് UPയെ കുറിച്ച് ഭയാശങ്കകളൊന്നും ഇല്ല. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിനൊക്കെ സത്യത്തിൽ കോൺഗ്രസ് നിൽക്കുമോ? BJP നിൽക്കുമോ? യോഗി അങ്ങനെ ഒരു ചെറിയ നേതാവാണോ? അതെ, അതിന് ഒരു സാധ്യത ഇപ്പോൾ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം BJPക്ക് അകത്ത് അങ്ങനെ യോഗി ആദിത്യനാഥിനെ എടുത്തു മാറ്റിക്കൊണ്ട് ഉത്തർപ്രദേശിൽ ഒരു മാറ്റം നടത്താൻ സാധ്യത കുറവാണ്. പക്ഷേ നമ്മളിപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ചിട്ട്, നമ്മൾ കാണുന്ന വാർത്തകൾ അനുസരിച്ചിട്ട്, ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെയല്ല, ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശിൽ BJPക്ക് അകത്ത് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന്. അപ്പോൾ അത് പ്രകാരം അവിടെ ചില മാറ്റങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തു തന്നെയായാലും BJPയിൽ മുൻപെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധം BJPക്ക് അകത്ത് പടലപ്പിണക്കങ്ങളുണ്ട് എന്ന് പുറത്തറിയുന്നു. ചോദ്യങ്ങൾ നിരന്തരം ഉയർന്നു വരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നു. ഘടകകക്ഷിയുടെ നേതാക്കന്മാർ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്നു. പാർട്ടി നേതൃത്വം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്ന വാർത്തകളും സത്യവുമാണ്. അപ്പോൾ അതിനെ ഇല്ല എന്ന് മൂടി വച്ചിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം മോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള വോട്ടാണോ, എതിരായിട്ടുള്ള ജനവികാരമാണോ, യോഗി ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണോ എന്നുള്ള കാര്യത്തിൽ BJPക്ക് ഒരു അഭിപ്രായം വേണമല്ലോ. എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ഒരേ ആളുകളുടെ തന്നെ ഒരേ പാർട്ടി BJPയാണ്. സ്വാഭാവികമായിട്ടും ആരുടെ പ്രവർത്തനം കൊണ്ടാണ് അവിടെ വോട്ട് ഷെയർ കുറയുകയും സീറ്റ് എണ്ണം കുറയുകയും ചെയ്തത് എന്നുള്ളതിന് മറുപടി പറയാൻ ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ യോഗിയുടെ കുറവാണ്, മോദിയുടെ കുറവാണ്, അമിത ആത്മവിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും ഉത്തർപ്രദേശിൽ BJPക്ക് വലുതായിട്ട് അവരുടെ ചുവട് ഇടറുന്നതാണ് നമ്മൾ കാണുന്നത്. BJPയുടെ എക്കാലത്തെയും വലിയ മാർജിനിലേക്ക് അവർ വിജയിച്ചു. അവിടെ നിന്നുള്ള താഴേക്കുള്ള ഡൗൺവേർഡ് ഷിഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്ര ഭരണത്തിലായാലും ഉത്തർപ്രദേശിലായാലും കാണുന്നത്. 8 MLA മാർ, 2 മന്ത്രിമാരടക്കം 8 MLA മാർ രാജിവെക്കുന്ന സാഹചര്യം
ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്, സഹിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ 13-ൽ 10 സീറ്റും ഇന്ത്യ മുന്നണി ജയിക്കുന്നു. അതേസമയം തന്നെയാണ് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും പോലെയുള്ള സംസ്ഥാനങ്ങൾ BJPക്ക് വലിയ ശക്തിയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപാർട്ടിയിൽ പ്രശ്നങ്ങളുടെ പേരിൽ അവർ വലിയതായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നത്. ഇപ്പോൾ അയോധ്യയും ബദരീനാഥൊക്കെ തോക്കുന്നത് BJPക്ക് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുക്കുന്ന ചില സന്ദേശങ്ങളാണ്. അത് കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ 400 സീറ്റ് കിട്ടുമെന്നുള്ള അഹംഭാവത്തിൽ നടന്നവർക്ക് കിട്ടിയ അതേ അവസ്ഥ, അതേ മറുപടി തന്നെ ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ത് തന്നെയായാലും BJPയുടെ ഡൗൺവേർഡ് ഷിഫ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു സംശയവും വേണ്ട. മറുപക്ഷത്ത് ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ അതിശക്തമായിട്ടുള്ള പോർമുഖം തുറന്നുകൊണ്ട് പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പുറത്ത് BJPക്കകത്ത് തിരിച്ചടിയുടെ കാലം തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ കോൺഫിഡൻസ്. കെ ഷാജി, ഇന്നിപ്പോൾ ശ്രദ്ധേയമായ വാർത്തകളിലൊന്ന് RSSന്റെ ചീഫ് നടത്തുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അദ്ദേഹം പറയുന്നത് ചില ആളുകൾ, നേതാക്കൾ സൂപ്പർമാനാകാൻ ശ്രമിക്കുന്നു, അതും കഴിഞ്ഞാൽ പിന്നെ ദേവതയും ദേവനുമൊക്കെ ആകാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇതിനു മുൻപും അദ്ദേഹം നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും നമുക്കറിയാം. അന്നെല്ലാം ഇത് മോദിയെ ഉന്നം വെച്ചാണോ എന്ന ചർച്ചകളുണ്ടായി മാധ്യമങ്ങളിൽ. ഒരു തിരുത്തും RSSന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആവർത്തിച്ച് പർപ്പസ്ഫുള്ളി RSSന്റെ ചീഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നമുക്ക് ന്യായമായിട്ട് വിവക്ഷിക്കാവാൻ കഴിയുന്ന ഒന്നാണ്. അതൊരു വശത്ത്. ഇപ്പുറത്താവട്ടെ യോഗി ആദിത്യനാഥിനെതിരെ കേശവ് പ്രസാദ് മൗര്യ സംസാരിക്കുന്നു, നിഷാദ് പാർട്ടിയുടെ നേതാക്കൾ സംസാരിക്കുന്നു, മുന്നണിയിൽ നിന്ന് അപസ്വരം ഉയരുന്നു. എന്ന് വെച്ചാൽ BJPയിലെ ഈ ടവറിംഗ് ലീഡേഴ്സ് ആയിട്ടുള്ള 2 പേർ അവരുടെ ദുർബലതയുടെ ഒരു സമയത്ത് ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ നമുക്ക് ഇൻ ടോട്ടൽ ഇതിൽ നിന്ന് കാണാൻ പറ്റുക? ഇതില് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നമ്മുടെ ജനാധിപത്യത്തെ എത്ര കുറ്റം പറഞ്ഞാലും, അതിന്റെ എത്ര പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാലും, അത് എത്രമാത്രം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിലെല്ലാ കാലത്തും നമുക്ക് കാണാനാവുന്ന ഒരു കാര്യം, ഏകാധിപത്യ പ്രവണതകൾ ഒരുപാട് കാലം വെച്ചുപൊറുപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് ഭരണാധികാരി ആയാലും അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിലുള്ള കൂറോ വിധേയത്വമോ വെച്ചുകൊണ്ട് ആ ആളുകൾക്ക് അനന്തകാലം ജനങ്ങളുടെ മുകളിൽ ഭരണം നിർവഹിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജനങ്ങൾ നയിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ RSSന്റെ ഭാഗത്തു നിന്ന് അടക്കമുള്ള ഇത്തരത്തിലുള്ള വേറിട്ട അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ശബ്ദങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കൂ, ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യയിലെ മതേതരവാദികൾ, ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ, ഇന്ത്യയിലെ ബഹുസ്വരവാദികളെല്ലാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തീരെഴുതി കൊടുത്തൊരു നാടാണ്. ഉത്തർപ്രദേശുകാരോ അവർ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാതെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഏതോ രാമന്റെ ക്ഷേത്രവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതോടുകൂടി ഇത് യാതൊരു തരത്തിലുള്ള ജനാധിപത്യത്തിനോ ബഹുസ്വരതയ്ക്കോ സ്ഥാനം അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉത്തർപ്രദേശിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾക്കൊരു ഭയങ്കരമായ മുൻവിധി രാജ്യവ്യാപകമായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുക, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്ത് ഒരു ബഹുസ്വര ജനാധിപത്യത്തിന് ഇനിയും സാധ്യതയുണ്ട്. ഇനിയും ഇവിടെ ഏകാധിപത്യങ്ങൾ പൊറുപ്പിക്കപ്പെടില്ല. അതല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പോലീസ് ബ്രൂട്ടാലിറ്റിയും അല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് വെറും മതാത്മകമായി മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ വലിയ വലിയ സൂചകങ്ങൾ ഉത്തർപ്രദേശ് തന്നു. ഉത്തർപ്രദേശില് ഈ രാജ്യം കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഒരു സംവിധാനം വളരെ വലിയ നിലയിലുള്ള തിരിച്ചടി നേരിട്ടു. ഇന്നിപ്പോ ഈ കേശവ് മൗര്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഉത്തർപ്രദേശിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ മുഖമായിട്ടുള്ള അഖിലേഷ് യാദവ് ഇത് ട്വിറ്ററിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു തമാശ തോന്നി. കാരണം അദ്ദേഹം അതിൽ എഴുതിയിരിക്കുകയാണ്, ഇത് മൺസൂൺ ഓഫറായിട്ട് ഞാനിപ്പോൾ കേശവ് മൗര്യക്ക് തരികയാണ്. അദ്ദേഹം ഒരു 100 MLA-മാരുമായിട്ട് വന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവുക എന്നുള്ള എക്കാലത്തെയും വലിയ ആഗ്രഹം ഞാൻ നടത്തി കൊടുക്കാം. സമാജ്വാദി പാർട്ടി, ഇന്ത്യ മുന്നണിയും പിന്തുണ തരാം. താങ്കൾ വേണമെങ്കിൽ ഈ മൺസൂൺ ഓഫർ ഉപയോഗപ്പെടുത്തുക, എത്രയും പെട്ടെന്ന് 100 പേരുമായിട്ട് വന്നിട്ട് ഈ അധികാരം പിടിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. ഇത് നോക്കുക, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണെങ്കിൽ അഖിലേഷ് യാദവോ രാഹുൽ ഗാന്ധിയോ ഇത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ ഒക്കെ സൈബർ വിങ്ങുകൾ അവരെ എത്രമാത്രം ആക്രമിക്കുമായിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരു നേതാവ് ഇങ്ങനെ പരിഹസിക്കാൻ തയ്യാറാകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്.
എതിർ ശബ്ദങ്ങൾ പാർട്ടിക്കുള്ളിൽ വരുന്നു, പുറത്തു വരുന്നു. ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ ചുമ്മാ റിപ്പോർട്ട് ചെയ്യല്ല, ഭാവനയുടെ മുകളിലല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് അതിനുള്ള ആളുകൾ പുറത്തു തരുന്ന വിദഗ്ധമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ കാര്യത്തിൽ തന്നെ ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ ഒരു മാധ്യമം എവിടെയെങ്കിലും ഇരുന്നോട് പടച്ചുവിട്ട ഒരു വാർത്തയല്ല. ഏതാണ്ട് ഇന്ത്യയിൽ എല്ലാ കടുകളായിട്ടുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വം വളരെ വലിയ നിലയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം നാളെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമെന്നോ അല്ലെ BJP അദ്ദേഹത്തെ ഒതുക്കുമെന്നോ എന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു യോഗി ആദിത്യനാഥോ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭരണ സമീപനമോ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ഏക വ്യക്തിയിൽ അധിഷ്ഠിതമായി ആ വ്യക്തി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ പോകുന്ന രീതിയോ ഇനി മുന്നോട്ടുണ്ടാകുന്നില്ല എന്നുള്ള ഒരു വലിയ ഞാൻ ചോദിക്കുന്നത് ഷാജി, ഇപ്പോ യോഗി ആദിത്യനാഥ് BJPയുടെ മുഖ്യമന്ത്രിമാരെ എടുത്താൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പവർ മാത്രമല്ല, ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തൊരു റിലീജിയസ് ലീഡർ എന്ന നിലയ്ക്കുള്ള ഒരു കോംബോ ആണല്ലോ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പവർ ചെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് നമുക്കറിയാം മോദിക്ക് ശേഷം യോഗിയോ എന്ന ചർച്ച BJPക്കകത്ത് സജീവമായിട്ടുള്ള ഒന്നുകൂടിയാണ്. അങ്ങനെ ഒരാളെ BJP ഏതെങ്കിലും നിലയ്ക്കൊന്ന് എന്താ പറയുക ക്ഷീണിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമോ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്ത്? അതോ മന്ത്രിസഭയ്ക്കകത്ത് ചില അഴിച്ചുപണിയൊക്കെ നടത്തി മൊത്തത്തിലൊരു ഒരു ചേഞ്ച് വരുത്താനായിരിക്കും BJPയുടെ പ്ലാനിലുണ്ടാവുക? ഇതിലൊരു കാര്യമുണ്ടല്ലോ, കാരണം യോഗി ആദിത്യനാഥിന് ഇന്നും BJPയിലെ നല്ലൊരു പങ്ക് നേതാക്കന്മാരുടെ വിശ്വാസം അദ്ദേഹത്തിലുണ്ട്, അല്ലെ അവരുടെ പ്രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ മുൻപ് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ പരിണിതപ്രജ്ഞരായുള്ള സീനിയറായുള്ള ഒരുപാട് നേതാക്കന്മാരെ മാറ്റി നിർത്തിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് യോഗി ആദിത്യനാഥിനേക്കാൾ BJPയെ ആകുലപ്പെടുത്തുന്ന അല്ലെങ്കിൽ BJPയെ പേടിപ്പിക്കുന്ന ഒരു കാര്യം ഈ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ മാറുന്ന രാഷ്ട്രീയ സമീപനമാണ്. കാരണം അവിടെ യോഗി ആദിത്യനാഥ് മാത്രമല്ല ജനങ്ങളുടെ വിശ്വാസം നേടാതെ പോയത്. രാമക്ഷേത്രം മുൻനിർത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രചാരണത്തെ തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇപ്പൊ ജനങ്ങൾ വിശപ്പിന്റെയും തൊഴിലില്ലായ്മയുടെയും ദൈനംദിന ജീവിതത്തിന്റെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു മതാത്മകമായ സമീപനത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു രീതി ഉത്തർപ്രദേശിൽ കാണിച്ചപ്പോൾ അത് BJPക്ക് അഡ്രസ് ചെയ്യാതെ പറ്റൂലല്ലോ. കാരണം നമ്മൾ നോക്കുക, ഈ രാജ്യത്തെ എല്ലാ കാലത്തും ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഉത്തർപ്രദേശാണ്. എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ കൂടി പ്രധാനമന്ത്രിമാരെ കൊണ്ടുവന്നിട്ടുള്ളത് ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണ സമീപനം എങ്ങനെ പോകണം, ഈ രാജ്യത്തെ നയിക്കുന്ന ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്തായിരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പൊ അവിടുത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നില്ല എന്ന് വരുന്നത് BJPയുടെ ദേശീയ നേതൃത്വത്തിന് വലിയൊരു ഉത്കണ്ഠയാണ്. അപ്പൊ അവിടെ BJPയുടെ ദേശീയ നേതൃത്വം ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ യോഗി ആദിത്യനാഥിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിൽക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കാണാതിരിക്കുകയോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരെ കുറച്ചുകൂടി പ്രായോഗികമായിട്ട് നോക്കും. കാരണം ഈ നിലവിലുള്ള ഒരു അവസ്ഥ വളരെ BJPക്ക് എതിരാണ്. ഒന്നാമത്തെ കാര്യം, ഈ അഖിലേഷ് യാദവിനെ പോലുള്ളൊരു നേതാവ് വളരെ ശക്തമായിട്ട് നേതൃത്വത്തിലേക്ക് വന്നു. അപ്പൊ അദ്ദേഹവും രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയൊരു റാപ്പോ ഉണ്ടാവുന്നു, ഒരു വലിയ ഒരു മുന്നണി സംവിധാനം. താങ്കളുടെ അഭിപ്രായം അല്ല? ഉല്ലാസ് ബാബു, ഇതിനകത്ത് ആ ചോദ്യം നേരത്തെ ഞാൻ ചോദിച്ചത് ആവർത്തിച്ച് ചോദിക്കുകയാണ്. ജിൻഡോ ജോൺ, അതായത് ഉത്തർപ്രദേശിലെ തോൽവിക്ക് ഒരു കാരണം ഉണ്ടാവണമല്ലോ. ഭരണപരമായ സമീപനത്തിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, ലീഡർഷിപ്പിൽ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് വീഴ്ച ഉണ്ടായതെന്ന് നിങ്ങൾ വിലയിരുത്തണമല്ലോ. അതിനൊരു ആൻസർ വേണ്ടേ ഉല്ലാസ്? തീർച്ചയായിട്ടും നിഷാദെ, അതിനകത്ത് ഒരു സംശയമില്ലല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണമോ UP സർക്കാരിൻ്റെ ഭരണമോ അല്ലെന്ന് ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ. നിഷാദിന് ചെവിക്ക് കുറച്ച് പ്രശ്നമുണ്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. കൺസോളിഡേറ്റഡ് പ്രതിപക്ഷമായിക്കൊണ്ട് സകലവിധ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്ന് BJPയെ തോൽപ്പിക്കാൻ ഒരുങ്ങിയ സമയത്ത് BJPക്ക് ഉണ്ടായിട്ടുള്ള സീറ്റ് ഷെയറിൽ വന്ന വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. യാതൊരുവിധ കാരണവശാലും അവിടെ പണ്ട് കഴിഞ്ഞ തവണ BSPയും SP-യും കോൺഗ്രസും BJPയും ഒക്കെ സെപ്പറേറ്റഡാണ് മത്സരിച്ചിരുന്നത്. പക്ഷെ ഇത്തവണ അതൊക്കെ പ്രത്യേക ശൈലിയിൽ ഒരു മുന്നണിയാക്കി BJPക്കെതിരെ മത്സരിക്കാൻ ശ്രമിച്ചു. BJPക്കെതിരെ മൊത്തം ഇന്ത്യക്കകത്ത് വ്യാപകമായിട്ടുള്ള ടീം വർക്ക് ഉണ്ടാക്കി ശ്രമിക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് പരാജയങ്ങളൊന്നും സംഭവിച്ചില്ല. സീറ്റ് ഷെയറിൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് UPയിൽ. ഒരു സംശയം ഇന്ത്യ സഖ്യം ഒരു നിലയ്ക്ക് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരാണ്.
ഇതിന് മുൻപും അവർ സഖ്യത്തിന്റെ സാധ്യതകൾ ഈ ഇന്ത്യ സഖ്യം എന്ന രൂപത്തിൽ അല്ലാതെ പയറ്റിയിട്ടും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ചു. അതായത് അപ്പുറത്ത് സഖ്യം ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾ തോറ്റുപോയി എന്നാണെങ്കിൽ ഉത്തർപ്രദേശിൽ മാത്രം എന്തുകൊണ്ട്? ബാക്കി നിങ്ങൾ ജയിച്ച സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ സഖ്യം. ഇപ്പൊ ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ കർണാടകയിൽ എന്താ സംഭവിച്ചത്? പല സ്ഥലത്തും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ സഖ്യം എന്ന് പറയുന്ന സംഗതി ചെയ്യാണ്ട് തോറ്റുപോയത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തും തോക്കണമായിരുന്നല്ലോ. ഈ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്ന പോലെയാണ് നിഷാദിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ സൗഹൃദത്തിൽ പറയാട്ടോ. ഈ അരവിന്ദ് കെജ്രിവാളിനെ പൊക്കി പിടിച്ചിട്ട് 4 ദിവസം നമ്മൾ തല്ലൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുക. നല്ല കാര്യം. എൻ്റെ നിഷാദെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യ മുന്നണി ക്ലച്ച് പിടിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു സാർ, 3 ടേമുമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടിമുന്നണി നടത്തിയിട്ടും ഇവർക്ക് കയറാൻ സാധിച്ചില്ല. എൻ്റെ നിഷാദ്, നിങ്ങളുടെ വാക്ക് തന്നെ കടമെടുത്താൽ സീറ്റ് ഷെയറാണ് അധികാരത്തിന് വേണ്ടത്, ശരിയല്ലേ? ഞങ്ങളുടെ സീറ്റ് ഷെയർ 10 വർഷക്കാലം ഭരിച്ചിട്ടും 15-ാം വർഷത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന തുടക്കത്തിൽ ഞങ്ങളുടെ സീറ്റ് ഷെയറും കോൺഗ്രസിൻ്റെ സീറ്റ് ഷെയറും തമ്മിലൊന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നില്ല. ആ മുന്നണി ഇത്ര അധികം ഉണ്ടായിട്ടും ഒരു രാജ്യത്തിനകത്ത് ഞങ്ങളെ അത്രക്കധികം ആക്രമിച്ച് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എന്നെ പെടയാ നിഷാദൊക്കെ പടച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ? UP-യിൽ വീഴ്ചകൾ സ്വാഭാവികമായിട്ട് സീറ്റ് ഷെയറിൽ ഉണ്ടായിട്ടുണ്ട്. ആ സീറ്റ് ഷെയറിലുണ്ടായ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് അവിടെ പ്രയാസമുണ്ടായത്, ഏത് മേഖലയിലാണ് പ്രയാസമുണ്ടായതെന്ന് BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ബഹുമാന്യനായിട്ടുള്ള ശ്രീ JP നദ്ദാജിയുടെ നേതൃത്വത്തിലുള്ള സംഘവും BL സന്തോഷിയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും കൃത്യമായി പഠിച്ച് അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ നോക്കി. ഞങ്ങളുടെ സീറ്റ് ഷെയറും ഞങ്ങളുടെ സർക്കാരിനെ കുറിച്ചുള്ള അപ്പീൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ അതും ചെയ്യുന്നതിന്റെ മലയാളത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിക്കുന്നത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഖിലേഷ് യാദവിൻ്റെ നശിച്ച നാറാണക്കല്ലായ പൊട്ടി തകർന്നു പോയ അധികാര ഭരണ കാലഘട്ടവും യോഗി ആദിത്യനാഥിൻ്റെ ഭരണ കാലഘട്ടവും തമ്മിൽ, നിഷാദ്, ഞാൻ ടിക്കറ്റ് നിങ്ങൾക്ക് എടുത്തു തരാം, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് UP-യിൽ 5 ദിവസം ലീവ് മീഡിയ വണ്ണിൽ കിട്ടുമെങ്കിൽ യാത്ര ചെയ്യാം. എന്നിട്ട് ആ ഗുണ്ടാരാജ് അഖിലേഷ് യാദവിൻ്റെ കാലഘട്ടവും യോഗി കാലഘട്ടവും ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരുമിച്ച് കൈപിടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. UP-യിലെ ഡെവലപ്മെന്റ് അറിയാത്തവരാണോ നിങ്ങളൊക്കെ? നിങ്ങൾക്കറിയാം, പക്ഷെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഒരു ഡെവലപ്മെന്റും ഇല്ലാത്ത ഒരു നാടും ഇല്ല കേട്ടോ. എല്ലാ സംസ്ഥാനങ്ങളിലും മാതൃകകൾ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ തകർന്നുപോയ റോഡുകൾ കേരളം എന്റെ നടുവെട്ടിട്ടാണ് വരുന്നത്. കുന്നംകുളത്തുനിന്നേ, ഞാനിപ്പോ കുന്നംകുളത്തുനിന്ന് മീഡിയ വണ്ടിലേക്ക് വരണം, തൃശ്ശൂർ എന്റെ നടുവെട്ടിട്ടായിരിക്കണം. ഈ കേരളം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ റോഡുകളുണ്ടോ നിഷാദെ? തോടുകളായി മാറിയില്ലേ? ആരോഗ്യ മേഖല തകർന്നില്ലേ? കുന്നംകുളം വരെയുള്ള സ്ഥലമാണ് റോഡാണോ ഈ ഉല്ലാസ് പറയുന്നത്? അക്ക വിട്ട് പറഞ്ഞ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ. കുന്നംകുളത്ത് അമലിന്റെ അവിടേക്ക് വരാൻ പറ്റില്ല നിഷാദ്. എനിക്ക് CPM എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും തല്ലൂടല്ല പ്രവർത്തകർ ചോദിച്ചോക്ക്. അല്ലല്ല, എനിക്ക് തർക്കമില്ല, ഞാൻ അതിൽ യാത്ര ചെയ്താണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് കേരളത്തിൽ ആകെ ഒരു ഡെവലപ്മെന്റും ഇല്ല എന്ന അഭിപ്രായം പറയുന്നതിൽ കുറച്ച് കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതല്ല, ഈ സമീപ മഴക്കാലത്ത് ഉത്തർപ്രദേശിൽ തകർന്നു പോയിട്ടുള്ള ഈ 6 മാസക്കാലത്തിനൊക്കെ പൂർത്തീകരിച്ച് തകർന്നു പോയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്, റോഡുകൾ. നിഷാജി, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. കേരളത്തിനകത്ത് ഒരു മേഖലയിലില്ല നിഷാജി, നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. റോഡ്, പാലം, തോട്, വിദ്യാഭ്യാസ മേഖല, അഗ്രികൾച്ചറൽ മേഖല, ഏത് മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, ആഭ്യന്തര മേഖല, ഏത് മേഖലയിലാണ് കൃത്യമായി പണിയെടുക്കുന്നത്? ഈ പണിയെടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കാശ് കൊടുക്കുന്നുണ്ടോ? ഈ ബസ്സുകാരും ഓട്ടോറിക്ഷക്കാരും തൊഴിലാളികളുടെ അവസ്ഥ എന്താ അറിയോ? KSRTC ഡ്രൈവർമാരുടെ അവസ്ഥ എന്തോ? ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? മാവേലിയിൽ സാധനമുണ്ടോ? സപ്ലൈക്കോയിലേക്ക് സാധനമുണ്ടോ? നിങ്ങൾ അതൊന്നും അറിയേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സീറ്റുണ്ടോ? പഠിച്ചു കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖല കൃത്യമായി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല കൃത്യമാകാത്തത്? അതുകൊണ്ടാണ് UK-യിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കും കേരളത്തിൽ ഭരണപരമായ കുറെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള വാദമുണ്ട്. മീഡിയ വൺ 4 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് ഒരു കാന വൃത്തിയാക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാരല്ലേ? ഒരു കാന വൃത്തിയാക്കാൻ പ്രാപ്തിയില്ലാത്ത സർക്കാരല്ലേ?
അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല ഞാൻ പറഞ്ഞ ഉല്ലാസ് ബാബു, താങ്കൾ ഈ പറയുന്ന സർക്കാർ വിമർശനം നമുക്കത് ഒരു വാദത്തിനെടുത്ത് മുമ്പിലേക്ക് വെക്കാം. ആ സർക്കാർ വിമർശനം സർക്കാർ തന്നെയും സമ്മതിക്കാൻ കേട്ടോ. CPM തന്നെയും അവരുടെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നു സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില സംഗതികൾ നമുക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണമായി. നിങ്ങൾ പറയാണ് ഈ സർക്കാരിന്റെ പ്രവർത്തനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ മുച്ചോട് പരാജയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് വിമർശനമുണ്ട്. പക്ഷേ UP ചെല്ലുമ്പോൾ നിങ്ങൾ അത് സർക്കാരിന്റെ പ്രശ്നമായിട്ട് സമ്മതിക്കുന്നില്ല, മോദിയുടെ പ്രശ്നമായിട്ട് സമ്മതിക്കുന്നില്ല. എങ്ങനെയോ കുറച്ച് വോട്ട് പോയി എന്ന് മാത്രം പറയാനേ പറ്റുന്നുള്ളൂ. ഇവിടെ പിണറായി വിജയനാണ് CPM തൊലച്ചതെന്ന് പറയുന്നത്. നിങ്ങൾ ഉത്തർപ്രദേശിൽ പോയാൽ BJP ഫൈസാബാദിലടക്കം അടപടലം പൊട്ടിപ്പോയതിന്റെ കാരണം ചോദിച്ചാൽ യോഗി ഗംഭീരം, മോദി ഗംഭീരം. പിന്നെ ആരുടെ കാരണം കൊണ്ട് തോറ്റു എന്നാണ്? ഇവിടെ വിജയനാണ് ഉത്തരവാദി. അവിടെ ആരാ? പറഞ്ഞോട്ടെ ഇവിടെ വിജയനാണ് ഉത്തരവാദി എന്നുള്ളതിൽ എന്താ സംശയമുള്ളത്? നിഷാദിന് പോലും പേഴ്സണലി സംശയമില്ല. ഇപ്പം എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് എതിർപ്പുള്ളൂ. വ്യക്തിപരമായിട്ട് ഞാൻ നിഷാദ്ജി സംസാരിച്ചാൽ പറയും ഇത് വിജയൻ തന്നെ ഉത്തരവാദി, CPMന്റെ പരാജയം തന്നെയാണെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഉത്തർപ്രദേശിൽ ഞാൻ പറഞ്ഞല്ലോ നിഷാദ്ജി ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഞാൻ ഓഫർ ചെയ്യുന്നു, ഞാൻ അങ്ങയുടെ സുഹൃത്തായിട്ട് കൂടെ വരാം. നിങ്ങൾ ഗുണ്ടാരാജ് ഉണ്ടായിരുന്ന UP നിന്ന് ഇന്നത്തെ യോഗി ആദിത്യനാഥിൻ്റെ കാലഘട്ടം കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻ്റാണ് അവിടെ. ആ ഡെവലപ്മെൻറ്റ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ വിമർശിക്കണം. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാകുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സർക്കാർ അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിനകത്ത് എത്തിച്ചതുകൊണ്ടാണ് 10 വർഷം കഴിഞ്ഞിട്ട് 56 കൂട്ടുകെട്ടുമായിട്ട് കൂടെ നിന്നിട്ടും ഞങ്ങൾക്ക് 3ാം തവണ അധികാരത്തിലേറാൻ സാധിച്ചത്. CPMൻ്റെ ഇവിടുത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇവരുടെ അവസ്ഥ എന്താണ്ടായി. ഞങ്ങൾ UP അടപടലം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഒരു അടപടലം 37 സീറ്റ്, ഞങ്ങൾക്ക് കുറച്ച് സീറ്റും കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് വോട്ടും കുറഞ്ഞിട്ടുണ്ട്, അത്രയും ഉണ്ടായിട്ടുള്ളൂ. ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ UP പരാജയവും ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങൾ 400 സീറ്റ് എന്ന ബെഞ്ച് മാർക്ക് വെച്ചു, ഞങ്ങൾക്കതെത്താൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ വരേണ്ട സ്ഥലത്ത് വരാതിരുന്നത് എന്നുള്ളതും, ഞങ്ങൾ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അവിടെ നടന്നിട്ട് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് ഞങ്ങൾ പഠിച്ചോളാം. യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസമില്ല സാർ. ഒരു കൂട്ടമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ജിൻഡോ ജോൺ അവിടെ ഉത്തർപ്രദേശിൽ BJP ഞെട്ടിക്കുന്ന വിജയം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഖിലേഷ് യാദവിന്റെ ഒരു പ്ലാനാണ്. കാരണം എങ്ങനെയാണ് ജാതി സമവാക്യങ്ങളെ ശരിയാവണ്ണം പ്രയോഗവൽക്കരിക്കുക എന്നതിൻ്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ അവിടെ കണ്ടത്. അത് കാണണമല്ലോ, എല്ലാ വിഭാഗം ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യുന്നതടക്കമുള്ള ഒരു സ്ട്രാറ്റജി അദ്ദേഹം പുതുതായി രൂപീകരിച്ച ഒന്ന്. അത് BJPക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. BJPയും അപ്പോൾ അതിന് കൗണ്ടർ സ്ട്രാറ്റജീസ് എടുക്കാം. സംഘടനാ തലത്തിൽ, പാർട്ടി തലത്തിൽ, സർക്കാർ തലത്തിൽ അവരും അത്തരം ചില ജാതി സമവാക്യ അഴിച്ചുപണിയിലേക്ക് പോവാണ്. അല്ല നിഷാദേ, ഈ ജാതി സമവാക്യ അഴിച്ചുപണി എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ രീതിയിൽ കാണണ്ട. പക്ഷേ ഇതൊക്കെ എത്ര അഴിച്ചുപണിയും സമവാക്യങ്ങളൊക്കെ രൂപപ്പെടുത്തിയാലും സാധാരണ മനുഷ്യർക്ക് തൊഴിലില്ല, അവർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല, വിലക്കയറ്റം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ അവിടുത്തെ സർക്കാരിന് പറ്റിയില്ല. ജാതി സമവാക്യങ്ങളോ അല്ലെങ്കിൽ ഇലക്ഷൻ സ്ട്രാറ്റജിയോ ഓരോ പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നുള്ളതിനേക്കാൾ അപ്പുറം ആ പാർട്ടികൾക്ക് അത്തരം സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാമൂഹ്യ സാമ്പത്തിക പരിതാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കൺസോളിഡേറ്റഡ് പ്രതിപക്ഷമായതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ പുറകിൽ പോയതെന്ന്. താങ്കൾ അതിനുള്ള മറുപടി പറഞ്ഞു. മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടും BJP നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ ഉത്തർപ്രദേശിൽ സംഭവിച്ചത്, ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെതിരെ ജനങ്ങൾ വിധിയെഴുതി. അയോധ്യയിൽ നിങ്ങൾ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ വിധിയെഴുതി. ഞങ്ങൾക്ക് ആരതി ഒഴിഞ്ഞുകൊണ്ട് ദൂരദർശനിലൂടെ കാണിക്കുന്ന രാമനെയല്ല, 3 നേരവും അന്നത്തിന് വകയുണ്ടാക്കുന്ന രാമനെയാണ് വേണ്ടതെന്ന് ജനങ്ങൾ വിധിയെഴുതി. ഈ തെരഞ്ഞെടുപ്പിൽ ആൾദൈവമായിട്ടുള്ള നരേന്ദ്രമോദിയെ തോൽപ്പിച്ച സാധാരണ മനുഷ്യരുടെ തെരഞ്ഞെടുപ്പായിരുന്നു 2024 എന്ന് BJPക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉല്ലാസ് ബാബു തന്നെ പറയുന്നത് ഞങ്ങൾ അഴിച്ചുപണി നടത്തും, ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ ഉള്ളപ്പോഴല്ലേ പരിശോധിക്കുകയുള്ളൂ. ഒരു പ്രശ്നമില്ലെങ്കിൽ എന്തിനാ പരിശോധന നടത്തുന്നത്? പഴയതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ പോരെ. ഇനി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പ്രതിപക്ഷം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഭരണപക്ഷമായിരുന്നു. നിങ്ങളുടെ കൂടെ ED ഉണ്ടായിരുന്നു, NIA ഉണ്ടായിരുന്നു, CBI ഉണ്ടായിരുന്നു, ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഉണ്ടായിരുന്നു. സകല സംവിധാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും കോർപ്പറേറ്റുകളും ഒക്കെ നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്നു. കൺസോളിഡേറ്റഡ് ഭരണപക്ഷത്തിനെതിരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള പ്രതിപക്ഷം മത്സരിക്കുമ്പോൾ നിങ്ങളുടെ സീറ്റിൽ 10-60 സീറ്റുകൾ കുറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. ഇന്ത്യ
മുന്നണിയുടെ സീറ്റ് എണ്ണം കൂടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം ഇരട്ടിയാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും വിജയമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി കാണിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ പറഞ്ഞ വികസനം. നിങ്ങൾ കേരളത്തിലെ റോഡുകളിലെ കുഴികളെ കുറിച്ച് ആക്ഷേപിക്കുമ്പോൾ 3 ദിവസത്തിനകം 3 വിമാനത്താവളങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ? 10-15 പാലങ്ങൾ തകർന്നു പോകുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ? എന്തിനാ നിങ്ങൾ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുന്നത് എന്ത് വികസനത്തിന്റെ മാതൃകയാ? റോട്ടിലെ കുഴികളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വാഗ്ദാനം ചെയ്ത രാമക്ഷേത്രം എന്തുകൊണ്ട് ചോർന്നൊലിച്ചു എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് പണി പൂർത്തിയായില്ല എന്നാ. ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞല്ലോ പണി പൂർത്തിയാകാതെയാണ് നിങ്ങൾ പ്രതിഷ്ഠ നടത്തിയെന്ന്. അന്ന് നിങ്ങൾ സമ്മതിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പണി പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ചോർന്നൊലിച്ചതെന്ന്. എങ്കിൽ പിന്നെ എന്തിനാണ് ചോർന്നൊലിച്ചതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരെ മറ്റാളുകളെയും സസ്പെൻഡ് ചെയ്യുകയും കരാറുകാരെ ഒഴിവാക്കുകയും ചെയ്തത്? അപ്പോൾ അതിൽ അഴിമതി നടന്നു. രാമക്ഷേത്രത്തിൽ വഴി അഴിമതി നടത്തിയ BJPയെ ജനങ്ങൾ കാലേ കൂട്ടി കണ്ട് തോൽപ്പിച്ചു രാമജന്മഭൂമിയിൽ. ഒന്നാമത്തെ കാര്യം. അടുത്തത്, നിങ്ങൾ പറഞ്ഞത് ഉത്തർപ്രദേശിലെ ഗുണ്ടാ രാജായിരുന്നു പണ്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലെന്ന്. പണ്ട് ഗുണ്ടാ രാജാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഗുണ്ടയുടെ രാജാണ് അവിടെ നടക്കുന്നത്. ബുൾഡോസർ രാഷ്ട്രീയമാണ് നടക്കുന്നത്. വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വീടിടിച്ച് നിർത്തുന്നതാണ് വികസന പ്രവർത്തനം. ആ മനുഷ്യർക്ക് ജീവിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അതിനെ വികസന പ്രവർത്തനം എന്ന് പറയാം. ആളുകൾ താമസിക്കുന്ന വീട്, അത് വസ്ത്രത്തിന്റെ, ഭക്ഷണത്തിന്റെ, ആരാധനയുടെ, വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ അവരെ ആക്രമിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ പേരാണോ നിങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയാണോ നിങ്ങൾ വികസനം നടത്തുന്നത്? നിങ്ങൾ G20യും മറ്റു പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഈ ആളുകളെ മുഴുവൻ മൂടിക്കെട്ടുന്നത് പോലെ ആളുകളുടെ മുഴുവൻ ചേരി പ്രദേശങ്ങളെ ആളുകളെ ഇടിച്ചു നിർത്തിക്കൊണ്ട് ഒഴിവാക്കുമ്പോൾ അതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇന്ന് യോഗി ആദിത്യനാഥ് അനുഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് യോഗി ആദിത്യനാഥിനെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ BJP വലിയ ഡൗൺവേർഡ് ഷിഫ്റ്റിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ സമ്മതിക്കണ്ട. നിങ്ങൾ സമ്മതിക്കാതിരിക്കുന്നു എന്നാണ് താങ്കളുടെ അഭിപ്രായം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ഷാജി, ഇപ്പൊ BJPയെ സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ അവർക്കുണ്ടായിട്ടുള്ള ലോസ് പരിഹരിക്കുക എന്ന് അവരുടെ മുമ്പിൽ അത്യാവശ്യമാണ്. ഇപ്പൊ അവർ ബൈ ഇലക്ഷനിലേക്ക് പോകാൻ പോവാണ്. 10 സീറ്റിൽ അവിടെ ഒരു സീറ്റും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല എന്ന പ്രശ്നം ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് BJPയുടെ മുമ്പിലുണ്ട്. ഇപ്പുറത്തുള്ള സഖ്യത്തിന് നല്ല കോൺഫിഡൻസും ഉണ്ട്. ഏറ്റവും ആദ്യം നടന്ന 13 ഇടങ്ങളിലെ ബൈ ഇലക്ഷനിൽ BJPയെ സംബന്ധിച്ച് വലിയ സെറ്റ് ബാക്ക് ഉണ്ടായി. സോ ഉത്തർപ്രദേശിൻ്റെ ഒരു സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? BJP അവിടെ അടിയന്തരമായി എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു താങ്കൾക്ക് അവിടെ സീറ്റ് നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു വിജയം ആവർത്തിക്കാൻ? ഇതിൽ വലിയൊരു പ്രശ്നമുണ്ടല്ലോ. 1980 BJPക്ക് രൂപം കൊടുത്ത കാലം മുതൽ BJP ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണായുധമായിട്ട് ഉപയോഗിച്ചത് അയോധ്യയാണ്, രാമനെയാണ്. പക്ഷെ രാമൻ BJPയെ ഒരു ഇലക്ട്രൽ സാധ്യതയിൽ നിന്ന് രാമൻ സ്വയം പിന്മാറുകയും BJP ഇത് രാമനല്ലാത്ത അവസ്ഥയിലാണ് ഇലക്ഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ രാമൻ അദ്ദേഹത്തിന്റെ പേരിൽ, രാമന്റെ പേരുള്ള ഈ പുതിയ ക്ഷേത്രം വരുമ്പോൾ ആ ക്ഷേത്രത്തിലോട് അതിൽ നിന്നുണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് BJPക്ക് കൊടുക്കാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇവിടെ മറ്റെന്താണ് രാഷ്ട്രീയം? മറ്റെന്ത് പറഞ്ഞുകൊണ്ടാണ്? തീവ്രമായ വർഗീയത പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കുറെ കൂടി ശക്തമായ വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇതിൽ ഏതാണ് BJP തീരുമാനിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ പല സംസ്ഥാനങ്ങളും നടന്നു. നമ്മൾ നോക്കുക, ഇപ്പോ ഹിമാചൽ പ്രദേശില് അവിടുത്തെ സ്വതന്ത്രന്മാരെ BJP അടർത്തി മാറ്റി ഭരണം അട്ടിമറിക്കാൻ നോക്കി. ആ സ്വതന്ത്രന്മാരെല്ലാം ഇലക്ഷൻ തോറ്റുപോവുകയും അവിടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമം വളരെ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പൊ പഴയതുപോലെ ആളുകളെ മേടിച്ചുകൊണ്ട് പോവുക, അടർത്തി മാറ്റുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ കുറെ പഴയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന ജയിക്കാൻ പറ്റുക, ആ അവസ്ഥകളെല്ലാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലായിട്ട് പഴയ മുദ്രാവാക്യങ്ങൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. അത് UP സംഭവിച്ചുകൂടെ? ഇപ്പൊ UP എന്തു പറഞ്ഞിട്ടാണ് അയോധ്യ ഒരു തരത്തിലും ക്ലിക്ക് ചെയ്യുന്നില്ല? പിന്നെ ഇപ്പൊ തന്നെ നമ്മുടെ BJPയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷ കൺസോളിഡേഷൻ UP അത് വലിയ കാര്യമല്ലേ? കാരണം ഒരുപാട് കാലമായിട്ട് അവിടെ നമ്മളിപ്പോൾ BJPയുടെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് വലിയൊരു കാര്യമുണ്ട്. കാരണം BJPയുടെ കരുത്ത് കൊണ്ട് മാത്രമല്ല, എതിർപക്ഷത്തുള്ള ആളുകളുടെ അനൈക്യം കൊണ്ട് കൂടിയാണ് BJP പലപ്പോഴും ഭരണം പിടിച്ചിട്ടുള്ളത്. ഇപ്പൊ UP അടക്കമുള്ള പ്രദേശങ്ങളിൽ തീവ്ര ഹിന്ദുത്വം കൊണ്ട് മാത്രമല്ല BJP മുന്നോട്ട് പോയിട്ടുള്ളത്, അവരുടെ എതിരാളികൾക്കിടയിലെ ശൈഥില്യം കൊണ്ട് കൂടിയാണ്. ഈ എതിരാളികൾ കുറെ കൂടി ശക്തമായി വരുന്നു. ഒരു പ്രതിപക്ഷം വലിയ നിലയിൽ ഒരു വലിയ വിസിബിലിറ്റി കിട്ടുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ പഴയ രാഹുൽ ഗാന്ധി അല്ല. കഴിഞ്ഞ ഈ ഇലക്ഷനിൽ റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ച രാഹുൽ ഗാന്ധി അല്ല ഇന്ന് പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്നത്.
അദ്ദേഹം പ്രധാനമന്ത്രിയേക്കാൾ വലിയ വിസിബിലിറ്റി ഈ രാജ്യത്താകെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. കഴിഞ്ഞ ദിവസം യു പിയിൽ ഉണ്ടായ വലിയ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോലും പ്രധാനമന്ത്രി പോയിട്ടില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് കടന്നു ചെല്ലുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയ സാധ്യതകളുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വരുന്നു. ഒപ്പം തന്നെ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടി മാത്രമല്ല ഒരു ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ ഉത്തർപ്രദേശിന് വലിയൊരു പ്രതിരോധ നിരയായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പൊ അവര് വളരെ കൃത്യമായിട്ട് ഈ മൗര്യയോട് പറയുന്നു, നിങ്ങൾ ഇപ്പുറത്തേക്ക് ഒരു 100 പേരെ കൊണ്ട് വന്നാൽ നിങ്ങൾ ഭരിച്ചോളൂ കുറച്ചു കാലം, ഇതൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കാൻ വലിയ ആഗ്രഹമുള്ളതല്ലേ, ഞങ്ങൾ നടത്തി തരാം എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥ എത്തുന്നുണ്ട്. ഇതിനെ എങ്ങനെ പ്രതികരിക്കണം, ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിലാണ് BJPയുടെ മുന്നിലുള്ള വലിയ കടമ്പ. അത് തീവ്ര വർഗീയത പറഞ്ഞുകൊണ്ടാകണോ? അതിന് വലിയ സാധ്യതയുണ്ടോ എന്നുള്ളത് വേറൊരു വശമാണ്. കാരണം പറയാവുന്നതിന്റെ പരമാവധി എല്ലാം പറഞ്ഞു. മുസ്ലിം വിരുദ്ധത പറഞ്ഞു നോക്കി, പൗരത്വ പ്രശ്നം പറഞ്ഞു നോക്കി, അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വൈകാരികമായി കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ ഇത്തരത്തിലുള്ള ഈ മതാത്മകമായുള്ള പ്രചാരണങ്ങൾ നോക്കിയാൽ ലോകത്ത് എവിടെയായാലും അത് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. എല്ലാ കാലത്തും ജനങ്ങളെ മതം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് എന്നല്ല ലോകത്തെ മതാത്മകമായുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. അതാണ് ചരിത്രം നമ്മൾ കാണിച്ചു തരുന്ന കാര്യം. അതുപോലെ തന്നെയാണ് ഏകാധിപത്യ പ്രവണതകൾ. എല്ലാ കാലത്തും ജനങ്ങൾ അതിനെ ഇഷ്ടപ്പെടില്ല. ചില സമയത്ത് ജനങ്ങൾ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരക്കാര് വലിയ വികസനം നടത്തി തരും, അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഷാജി, ഇപ്പൊ നോക്കൂ, ഉത്തർപ്രദേശിലെ തോൽവിക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ തന്നെ താങ്കൾ പറഞ്ഞ പോലെ താഴെത്തട്ടിലെ മനുഷ്യർക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്നൊരു സംഗതിയുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ ഭരണഘടന മാറ്റിമറിക്കാൻ പോകുന്നു BJP വീണ്ടും വന്നാൽ എന്ന വികാരം താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക്, OBC, ദലിത് വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചൊന്നും BJP തന്നെ വിലയിരുത്തുന്നുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സവിശേഷമായ സാഹചര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള സംഗതിയാണോ? പക്ഷേ അതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ടല്ലോ. BJPയുടെ വലിയൊരു അജയ്യതയെ, BJPക്ക് ഒരു ബദലില്ല, BJPക്കെതിരെ സംസാരിക്കാൻ ആളില്ല, BJPക്കെതിരെ ഒരു നേതൃത്വമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതായി. കൃത്യമായ പ്രതിപക്ഷം ഉണ്ട്, കൃത്യമായി BJPക്കെതിരായിട്ടുള്ള ശക്തികൾ ഉയർന്നു വരുന്നുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കുറച്ചുകൂടി കരുത്തു വന്നതെന്ന് വേണം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടും അനുമാനിക്കാൻ. അപ്പൊ പ്രതിപക്ഷം കുറെ കൂടി കരുത്താവുകയാണ് ചെയ്തത്. 3ാം വട്ടവും BJP അധികാരത്തിലേറിയെങ്കിലും, 3ാം വട്ടവും മോദി പ്രധാനമന്ത്രി ആയെങ്കിലും പ്രതിപക്ഷം തളരുകയല്ല. സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ 3ാം വട്ടം അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പ്രതിപക്ഷം ദുർബലമാവുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ പ്രതിപക്ഷം കുറെ കൂടി ശക്തമാവുന്നു, കരുത്തേക്കുന്നു, അവർ കൃത്യമായ രാഷ്ട്രീയം പറയുന്നു. ഈ കാര്യങ്ങളിലേക്ക് ജനങ്ങൾ കുറെയെങ്കിലും കേൾക്കുമല്ലോ. ഇന്നലെ വരെ ഇവിടുത്തെ മാധ്യമങ്ങള് എന്താണ് ചെയ്തിരുന്നത്? മുഖ്യധാരാ മാധ്യമങ്ങള് BJPക്ക് അനുകൂലമായി നിൽക്കുകയും BJPക്ക് ആഗ്രഹിക്കുന്ന അവരിഷ്ടപ്പെടുന്ന അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇന്ന് ആ മാധ്യമങ്ങൾ, ഹിന്ദി മാധ്യമങ്ങളടക്കം ആ രീതി, ഏകപക്ഷീയമായ രീതി മാറ്റുകയും പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി ജനങ്ങളെ കേൾപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോ കുറെ കൂടി ഗൗരവതരമായ കാര്യങ്ങളിലേക്ക്, ഗൗരവതരമായ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങൾ വരും. അല്ലാതെ ജനങ്ങൾ ജീവിത പ്രശ്നങ്ങളിലേക്ക് വന്നു എന്നാണ്. അല്ല ഉല്ലാസ് ബാബു, ജനങ്ങൾ ജീവിത പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന വിലക്കയറ്റം ഇപ്പം ഇല്ല എന്ന് എനിക്കോ താങ്കൾക്കോ പറയാൻ കഴിയില്ല. ഇന്ത്യയിലെ ഒരു ജീവിക്കുന്ന പ്രതിഭാസമാണ് വിലക്കയറ്റം എന്നതിൽ തർക്കമില്ല. എല്ലായിടത്തും നല്ല വിലക്കയറ്റമുണ്ട്, ആളുകളെ അത് ബാധിച്ചിട്ടുണ്ട്. പെട്രോളിൻ്റെ വിലക്കയറ്റം, അല്ലെങ്കിൽ ഈ പറയുന്ന BJP വാഗ്ദത്തം ചെയ്തതുപോലെ ഗ്യാസ് സിലിണ്ടറിന് വില കുറയാത്തത് അടക്കമുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. തൊഴിലില്ലായ്മ വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനങ്ങൾ അത് പരിഗണിച്ച് വോട്ട് ചെയ്തു എന്നാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിലേത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക സാഹചര്യം അല്ല എന്ന് മനസ്സിലാക്കി തരുന്നതാണ് BJPയുടെ കയ്യിലുള്ള സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന ആദ്യത്തെ 13 സീറ്റിലെ ബൈ ഇലക്ഷൻ നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് നിങ്ങളൊരു സേഫ് സോണിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് സത്യത്തിൽ പ്രായോഗിക സ്വഭാവം ഉള്ളതാണോ ഉല്ലാസ് ബാബു? നിഷാദ്ജി, നമ്മളിപ്പോൾ അതിനെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഞാൻ BJPക്കാരൻ്റെ മറുപടി കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം. പക്ഷേ നിഷാദ്ജി ഒരു കാര്യം മനസ്സിലാക്കണം, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മൾ UP കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, അവിടെ ഇരിക്കട്ടെ. UPക്കകത്ത് നിങ്ങൾ പറയുന്നു എന്താണ് സാധാരണക്കാരൻ്റെ പ്രശ്നം? വിലക്കയറ്റം. സർ, വിലക്കയറ്റങ്ങൾ അത് കാലഘട്ടത്തിനനുസരിച്ച് ഏത് സ്ഥലത്ത് വിലക്കയറ്റം കൂടിയാലും നിഷാദ്ജിയുടെ പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സ്വാഭാവികമായിട്ട് വിലക്കയറ്റം തടയേണ്ടതാണ്, പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കേണ്ടതാണ്, ഉൽപ്പാദനക്ഷമത കൂട്ടേണ്ടതാണ്. എവിടെയാണ് സാർ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായത്?
10 വർഷക്കാലമാണ് നരേന്ദ്രമോദി അധികാരത്തിലിരുന്നത്. ഈ കാലഘട്ടം കൊണ്ടാണ് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത്. ഇത്ര കാലം എന്ന് പറഞ്ഞാൽ വാജ്പേയിജിയുടെ കാലഘട്ടത്തിന് മുമ്പുള്ള എല്ലാ കാലഘട്ടങ്ങളും അതിനുശേഷം ഉണ്ടായ 10 വർഷക്കാലം ഈ ജിൻഡോൻ്റെ പാർട്ടിയാണ് ഇരിക്കുന്നത്. ജിൻഡോ വലിയ പ്രസംഗം നടത്തില്ല. ജിൻഡോ, നിങ്ങൾ 10 വർഷക്കാലം ഈ ലോകം മുഴുവൻ ഈ പ്രസംഗം നടത്തിയിട്ട് നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എവിടെയാണ്? ആ പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ട് തട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. 25 കൊല്ലം പ്രതിപക്ഷത്തിന് തട്ട് തന്നെയുള്ളൂ. അത് പോട്ടെ, ഞാൻ നിഷാദ്ജി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. സ്വാഭാവികമായിട്ട് സാധാരണക്കാരനിലേക്ക് എത്തേണ്ട ഗുണങ്ങൾ കൃത്യമായിട്ട് റെയിൽ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ മീഡിയ വൺ ആദ്യം സംപ്രേഷണം തുടങ്ങിയ സമയത്ത് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടായിരുന്നില്ലോ. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ മാധ്യമപ്രവർത്തന രംഗത്ത് നിങ്ങളുടെ ആ ഒരു കമ്പനിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ തന്നെയാണ് തഴുത് നശിച്ച് നാറാണക്കല്ലായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നരേന്ദ്രമോദി കൈപ്പിടിച്ച് ഓരോ ഘട്ടമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഉയർത്തിക്കൊണ്ടുവന്ന സിസ്റ്റം റെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഇവിടെ നിന്നുള്ള 5 വർഷവും ഇനി ഭാവിയിലുള്ള വർഷങ്ങളും നിങ്ങൾ കൃത്യമായി നോക്കിക്കോളൂ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയധികം സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാതിരുന്നത് ഈ നേരത്തെ പറഞ്ഞ ജിൻഡോ, നേരത്തെ പറഞ്ഞ ഹീറോ ഉണ്ടല്ലോ, തോറ്റ ഹീറോൻ്റെ അച്ഛനും ഓൻ്റെ മുത്തശ്ശനൊക്കെ കൂടി ചെയ്തു വെച്ച പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കൊണ്ട് നശിച്ചിരുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉൽപ്പാദകക്ഷമതയടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നു. 2, തൊഴിലില്ലായ്മ. സോ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയടക്കം, സ്റ്റാൻഡപ്പ് പദ്ധതിയടക്കം, വോക്കൽ ടു ലോക്കൽ പദ്ധതിയടക്കം അങ്ങനെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി ഓരോ വ്യക്തികളുടെയും തലച്ചോറിനെ കൊണ്ട് നൂൽക്കുന്ന പ്രവൃത്തി എന്ന ആ സങ്കല്പത്തിലേക്ക് ഓരോ വ്യക്തിയെയും സ്റ്റാർട്ടപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ട് അവനവൻ ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന വിശാലമായിട്ടുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളത് നിഷാദ്ജിക്കും അറിയാം, എനിക്കും അറിയാം. സമ്മതിക്കാത്ത ചില രാഷ്ട്രീയ അജണ്ടയും സ്വാഭാവികമായിട്ട് BJPയോടുള്ള വിരോധം, കുഴപ്പമില്ല, കാലം അത് തെളിയിക്കട്ടെ. ഒരു സംശയം വേണ്ട നിഷാദ് ഭായ്, ഉത്തർപ്രദേശിൽ BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ പെർസെൻറ്റേജ് വോട്ട് കുറഞ്ഞപ്പോൾ വോട്ട് ഷെയർ അന്ന് സീറ്റ് ഷെയറിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ടായത് അധികാരത്തിലിരിക്കുന്ന ഞങ്ങളുടെ അധികാരത്തിൻ്റെ വിരോധമല്ല. ഞാൻ കൺസോളിഡേറ്റഡ് പ്രതിപക്ഷം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ കെ ഷാജി എന്താ പറഞ്ഞത്? അതുകൊണ്ട് അപ്പോൾ ആ സ്പ്ലിറ്റ് കൊണ്ടും കൂടിയാണ് നിങ്ങൾ ജയിച്ചത്. രാഷ്ട്രീയത്തിൽ വിജയം എന്ന് പറയപ്പെടുന്നത് പ്രത്യേക നിരവധി ഘടകങ്ങളാണ്. ആ ഘടകങ്ങളിൽ ഒരു ഘടകം തന്നെയാണ് പ്രതിപക്ഷത്തിലുണ്ടാകുന്ന വോട്ട് ഷെയറുകളുടെ വ്യത്യാസം. അതെന്താണ് ഷാജി ഭായ് അതിൽ തെറ്റുള്ളത്? അത് സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളും എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയല്ലേ. അതൊരു അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? 10 സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 10 സീറ്റിലേക്കും ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രഭാരിമാരെ നിശ്ചയിക്കൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു. അത് ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗത്തിൽ പ്രഖ്യാപനവും കഴിഞ്ഞു. ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. 10 സീറ്റിൽ ഞങ്ങൾ കൃത്യമായി ഈ ഭരണ നേട്ടങ്ങൾ, ഒരു സംശയവും വേണ്ട, കേന്ദ്രത്തിൻ്റെയും UPയുടെയും ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃത്യമായി നേരിടുക. ആ ഇലക്ഷനെ നേരിട്ട് 10 സീറ്റിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. ഞങ്ങൾ അതിന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ അതിനകത്ത് ജയിക്കും. അതിലൊരു സംശയമൊന്നും വേണ്ട. UPയിൽ ഞങ്ങൾക്കുണ്ടായ ഷിഫ്റ്റ് കണ്ടോ, UPയിൽ ഞങ്ങൾക്ക് ഈ തവണ നിങ്ങളൊക്കെ കൂടി നടത്തിയിട്ടുള്ള ജാതീയമായിട്ടുള്ള നുണപ്രചരണം അടക്കമുള്ള സംവിധാനം ഞാനത് നേരത്തെ നിങ്ങൾ ഓർമ്മിപ്പിച്ചത് നന്നായി. ഭരണഘടന കടലാസം മുഴുവൻ ഞങ്ങൾ മാറ്റിക്കളയും, ഞങ്ങളത് മുഴുവൻ എഴുത്തികളെ. എന്താണ് ഇത്? തന്നെയാണ് CAയിൽ നിങ്ങൾ ഉണ്ടാക്കിയത്, നുണപ്രചരണങ്ങൾ ഉണ്ടാക്കുക. ഞങ്ങൾ ഭരണഘടന മാറ്റും, ഞങ്ങൾ അങ്ങനെ ഇല്ല സാർ. നിഷാദെ എഴുതി വെച്ചോ, മീഡിയ വൺ എഴുതി വെച്ചോ, ഒരു ഭരണഘടനയിലൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയൊന്നും BJPയുടെ അജണ്ടയിലും ഇല്ല. ഈ CAA വന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ഞങ്ങളെ വർഗീയമായി ക്രോഡീകരണം നടത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ അജണ്ട. അത് വിജയിക്കില്ലെന്ന്. താൽക്കാലികമായിട്ടുള്ളൊരു കൂട്ടുകച്ചവടം ഉണ്ടാവുള്ളൂ. ആ കൂട്ടുകച്ചവടം പൊളിയും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ 4 ചാക്ക് സബോളയും വെച്ച് അവരിങ്ങനെ വിളിക്കുകയാണ് കച്ചവടം ചെയ്യാനായിട്ട്. അത് മൺസൂൺ ഓഫർ, ആ ഓഫർ, ഈ ഓഫർ എന്നൊക്കെ പറയും. ഒരുത്തിന് വേറെ പണിയും തൊഴിലൊന്നും ഇല്ലെന്ന് അയാളുടെ പാർട്ടിയിൽ ആളുകളില്ല. അയാൾ അപ്പുറത്തെ പാർട്ടിയിൽ 100 പേരും കൊണ്ട് വരാൻ വിളിച്ചു. അത് വലിയ സംഭവമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നു. അതൊരു കോമാളിത്തരായിട്ടല്ലേ കാണേണ്ടത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രത്യേക സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉത്തർപ്രദേശിൽ ആവർത്തിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെ കണ്ടിട്ടാണ്? തീർച്ചയായിട്ടും നിഷാദ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യ ചേരിക്ക്, മതനിരപേക്ഷ ചേരിക്ക് ഒരു വിളക്കുമാടമായിട്ടുള്ള റിസൾട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം നടന്നിട്ടുള്ള ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് ഒന്ന് നോക്കും. 13-ൽ 10 സീറ്റിലും ഇന്ത്യ മുന്നണി ജയിക്കുന്ന സാഹചര്യം സംജാതമാകുന്നു. ഇപ്പോൾ UPയിൽ തന്നെ 8 MLAമാർ, 2 മന്ത്രിമാരടക്കം രാജിവെക്കുന്നു. വലിയ രീതിയിലുള്ള പടലപ്പണക്കങ്ങൾ ഉടലെടുക്കുന്നു. ഇവിടെ നിഷാദ് ഈ ഉല്ലാസ് ബാബു പറയുന്നത് ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ മറ്റാരൊക്കെ പ്രചരണം നടത്തിയെന്ന്. അത് സത്യമല്ലേ? BJPയുടെ
ബിജെപിയുടെ നേതാക്കന്മാരാണ് പറഞ്ഞത് ഭരണഘടന 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന്. ഇവരാരെങ്കിലും അന്ന് തിരുത്തിയോ? ഇന്ന് ഈ ഉല്ലാസ് ബാബു ഒക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ തിരുത്തില്ല എന്ന്. അന്ന് ഭരണഘടന മാറ്റി എഴുതുമെന്ന് പറഞ്ഞ ഒരു നേതാക്കന്മാരെ പോലും ബിജെപിയുടെ ഒരു ഉന്നത നേതാവും തിരുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ കോൺഗ്രസ് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ മോദി വിറ്റ് തുലയ്ക്കാൻ നോക്കുന്നൊക്കെ കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയതാ. ഇടിഞ്ഞു വീഴാത്ത വിമാനത്താവളങ്ങളും ചോരാത്ത ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ ഈ രാജ്യത്തുണ്ടായിരുന്നു. മോദി വന്നതിന് ശേഷമാണ് ചോദ്യപേപ്പർ തൊട്ട് അമ്പലത്തിന്റെ ശ്രീകോവിൽ വരെ ചോരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് വേറൊരു വിഷയമായിട്ട് അവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച് അവിടെ ഞങ്ങൾ നേരിടാൻ പോകുന്നത് സാധാരണ ജനങ്ങളുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് മോദി സർക്കാർ ആളുകളെ വികസിപ്പിക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ജനങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഉത്തർപ്രദേശിലെ അടക്കമുള്ളവരുടെ വിജയ സാധ്യതകളെ അല്ലെങ്കിൽ വിജയം ആവർത്തിക്കാൻ അല്ലെങ്കിൽ നേട്ടം ആവർത്തിക്കാൻ ആരോഗ്യകരമായ ഒരു സംഖ്യ നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. യോഗി ആദിത്യനാഥിനെയും മോദി സർക്കാരിനെയും സംബന്ധിച്ച് അവർക്ക് ഉത്തർപ്രദേശിൽ ഒരു നിലയ്ക്കും തോറ്റുകൊടുക്കാൻ അല്പമെങ്കിലും സന്ധിയാവാൻ കഴിയുകയുമില്ല. എന്തായാലും പോരാട്ടം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഉല്ലാസ് ബാബു, ജിൻഡോ ജോൺ, ഒപ്പം ഷാജി ചർച്ചയിൽ പങ്കെടുത്തു.